നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകരാജ്യങ്ങളെ മുഴുവൻ കാൽ കീഴിലാക്കി കിടുകിട വിറപ്പിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. എങ്കിലും ഇപ്പോഴവർ സ്വന്തം രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ഒന്ന് ജീവിക്കാനോ സഞ്ചരിക്കാനോ കഴിയാത്ത വിധത്തിൽ കിടുകിട വിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ദിവസേന ഇംഗ്ലണ്ടിലേക്ക് തള്ളിക്കയറി കടന്നു വരുന്ന കുടിയേറ്റക്കാരാണ് ക്രൈസ്തവ മൂല്യങ്ങളിൽ ആധാരമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ബ്രിട്ടന്റെ തനത് മൂല്യങ്ങളെ മലീമസമാക്കിയത്. ബ്രിട്ടനിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ ഏതു വിധേനയും ബ്രിട്ടന്റെ പരിധിയിൽ എവിടെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. അവരെ ഔപചാരികമായി സ്വീകരിച്ച് താമസ സൗകര്യങ്ങളും ആഹാരവും നൽകി സംരക്ഷിക്കുകയും താമസിയാതെ വിദ്യാഭ്യാസം, ജോലി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുകയും വർഷങ്ങൾ കഴിയുമ്പോൾ പൗരത്വം കൂടി നൽകുന്ന തരത്തിലായിരുന്നു ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങൾ. സമ്പൂർണ്ണ ക്രൈസ്തവ രാഷ്ട്രമായ ബ്രിട്ടനിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നിയമങ്ങൾ മിക്കതും മാനുഷിക മൂല്യങ്ങൾക്ക് ഒത്തതും ഉദാരവുമായിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് ജീവിക്കാൻ ഗതിയില്ലാത്ത ന്യായമായ അഭയാർത്ഥികൾ ബ്രിട്ടനിലേക്ക് കുടിയേറിയപ്പോൾ അവർക്കൊപ്പം ചില ആസൂത്രിതമായ അജണ്ടകളുടെ വക്താക്കളും കുടിയേറുകയുണ്ടായി. അതിന്റെ കൂടെ ചില മത തീവ്ര ചിന്താഗതിക്കാരും ബ്രിട്ടനിലേക്ക് ഇടിച്ചു കയറി. അതോടെ ക്രൈസ്തവീകമായ യാഥാസ്ഥിതിക മൂല്യങ്ങൾ ആധാരമാക്കി മുൻപോട്ട് പോയിരുന്ന ബ്രിട്ടന്റെ മൂല്യങ്ങളിൽ മിക്കതിലും ചുതി വീഴുവാൻ തുടങ്ങി എന്നതാണ് സത്യം. പലപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകൾ ബ്രിട്ടന് കിട്ടിയിട്ടുണ്ട്. എങ്കിലും വോട്ട് ബാങ്കിന്റെയും ന്യൂനപക്ഷ ഇരവാദത്തിന്റെയും പേരിൽ അതിനെ നേരിടാൻ കഴിയാതെ പതറി നിൽക്കുകയായിരുന്നു കൃത്യമായ ഇടവേളകളിൽ അധികാരത്തിൽ എത്തുന്ന ലേബർ സർക്കാരുകൾ. അത്തരം നിസ്സഹായ അവസ്ഥകളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ബ്രിട്ടനിൽ ഉടനീളം കലാപങ്ങളും അട്ടിമറികളും മാരകമായ ലൈംഗിക കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളുമെല്ലാം അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരം കുടിയേറ്റക്കാർ ബ്രിട്ടീഷ് പൗരന്മാരെ ദിനംപ്രതി പ്രതിസന്ധിയിലാക്കുകയായിരുന്നു. പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രതിസന്ധികളുടെ ഏറ്റവും തീവ്രമായ സാഹചര്യമാണ് ഇപ്പോൾ ഉത്തര അയർലാൻഡിൽ സുഡാനിൽ നിന്ന് കുടിയേറിയ ഒരാൾ ഉണ്ടാക്കിയത്. അയർലൻഡിലെ ബെൽഫാസ്റ്റിലായിരുന്നു ലോകത്തെ മുഴുവൻ നടുക്കുന്ന തരത്തിലുള്ള ആ ഭീകരമായ ആക്രമണം അരങ്ങേറിയത്. മുഖം മൂടി വെച്ച ഒരു അക്രമി ബ്രിട്ടീഷ് പൗരനായ സ്റ്റീഫൻ ഒഗിൽവിക്കിന്റെ തല വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ലോകത്തെ മുഴുവൻ നടുക്കിക്കളഞ്ഞത്. അത് സാധിക്കാതെ വന്നപ്പോൾ ഒഗിൽവിക്കിന്റെ കണ്ണിൽ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയും മുഖത്തും പുറത്തുമെല്ലാം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അത് കണ്ട് അങ്ങോട്ട് ഓടിയെത്തിയ മറ്റുള്ളവരുടെ നേരെ ഭയാനകമായി കത്തിവീശിക്കൊണ്ട് അക്രമി പറഞ്ഞത്, ഇടപെടാൻ ശ്രമിച്ചാൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ബ്രിട്ടീഷ് പൗരന്റെ വിധി അവർക്കും നേരിടേണ്ടി വരുമെന്നായിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതോടെ ഉത്തര അയർലാൻഡിലെ പ്രധാനപ്പെട്ട കുടിയേറ്റ നഗരങ്ങളെയെല്ലാം ചാമ്പലാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ UK കേന്ദ്രങ്ങളിലേക്ക് പടരുകയുണ്ടായി. ആഫ്രിക്കൻ ഇസ്ലാമിക രാഷ്ട്രമായ സുഡാനിൽ നിന്നെത്തിയ 30-കാരനായ അഭയാർത്ഥി ഹാദി അലോഡിദ് എന്ന കുടിയേറ്റക്കാരനായിരുന്നു ആ ക്രൂരകൃത്യം ചെയ്തത്. അഭയം തേടി ഓടി വന്നപ്പോൾ തള്ളിക്കളയാതെ ഉദാരമായ മനുഷ്യ സ്നേഹത്തോടെ കൈക്കൊണ്ട ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവരോട് കാണിക്കേണ്ട കടപ്പാടും നന്ദിയും മാന്യതയും ഒക്കെ ഉണ്ടല്ലോ. അത് കാണിക്കാനുള്ള മാന്യതയോ മര്യാദയോ ഒന്നും ഇത്തരം കുടിയേറ്റക്കാർക്ക് ഇല്ലായിരിക്കാം. പക്ഷേ പാല് തന്ന കൈക്ക് തന്നെ കൊത്തുന്ന അങ്ങേയറ്റം പ്രാകൃതമായ രീതികൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ പുറത്തെടുക്കാൻ പാടില്ലായിരുന്നു. അവിടെ ജീവിക്കാൻ താല്പര്യമില്ല എങ്കിൽ രാജ്യം വിട്ടു പോകുന്നതായിരുന്നു മാന്യത. അല്ലാതെ അതും കൂടി തങ്ങളുടെ തറവാട്ട് സ്വത്താക്കണമെന്ന വാശിയോടെ കഠാരയും വാളും ബോംബും ഒക്കെയായി കേറ്റിക്കിടത്തിയ വീട്ടുകാരന്റെ തലയെടുക്കാനുള്ള നീക്കം അങ്ങേയറ്റം അപലപനീയവും അപമാനകരവുമാണ്. ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപം ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങളെ കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ വിദഗ്ധൻ, പറഞ്ഞത് ഇങ്ങനെയാണ്. അഭയാർത്ഥികളായി അല്ലെങ്കിൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ മികവ് കൊണ്ട് നിലനിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഈ കാലത്തിലേക്ക് വരുമ്പോൾ അവിടെ തദ്ദേശീയരുടെ ഒരു പൊളിറ്റിക്കൽ അസിമിലേഷൻ ഉണ്ടാവുകയും അതിനുശേഷം അവർ ഈ പറയുന്ന xenophobic പൊളിറ്റിക്സിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ വിദേശീയർക്കെതിരെയുള്ള ഒരു വെറുപ്പും ഒരു അവജ്ഞയും ഒക്കെ ചേർന്നൊരു സമീപനം രാഷ്ട്രീയത്തിൽ കരുതുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളെന്ന് പറയാൻ കഴിയും. അതുപോലെ റൈറ്റ് വിങ് അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശീയ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ ഇലക്ഷന് വേണ്ടി ഇത്തരം സംഭവങ്ങളെ പെരുപ്പിച്ച് കാട്ടിയിട്ട് അത്തരം കലാപങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു ഭാഗം കൂടിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ദശകങ്ങളായിട്ട് ഈ പറയുന്ന പോലെ പ്രവാസ ജീവിതത്തിലെ മാതൃക കാണിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ പോയ ഒരു ഭാഗത്തും ഒരു രാജ്യത്തും
ഒരു അക്രമവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ സമൂഹമായിട്ട് ഇഴകലർന്ന് ജീവിക്കുന്ന ഒരു വളരെ മാന്യമായ ഒരു സമൂഹമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റു ചില എലമെന്റുകൾ, ഇപ്പം സുഡാനീസ് ആവാം, പാകിസ്ഥാനികളാവാം, ബംഗ്ലാദേശികളാവാം, ഇവരിൽ ചിലർ അവരുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഈ നാട്ടിൽ വേണമെന്ന് പറയുകയും ഈ നാടിന്റെ സാഹചര്യവുമായിട്ട് സമരസപ്പെട്ടു പോകാൻ തയ്യാറാവാതെ വരികയും മറ്റുള്ളവരുടെ നാട്ടിൽ ചെന്ന് അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വംശീയ വിദ്വേഷത്തിന്റെ ഈ പറയുന്ന അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മൾ കൂടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മുമ്പ് ഇന്ത്യക്കാർക്ക് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് അന്യർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ആ ഒരു ഗണത്തിലേക്ക് ഇന്ത്യക്കാരെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ മറ്റു പലർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ അധീനത ഉറപ്പിക്കാനുള്ള ശ്രമത്തിനോ അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പോലും ഈ പറയുന്ന മൈഗ്രൻസ് അല്ലെങ്കിൽ പ്രവാസികൾ ഒന്നടങ്കം മറുപടി പറയേണ്ട ഉത്തരവാദികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത്തരത്തിൽ അന്തസ്സോ മര്യാദയോ ഒന്നുമില്ലാതെ ഇക്കൂട്ടർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ മരിച്ചു വീഴേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് പൗരന്മാർ ക്ഷമയും സഹനവുമെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് ശക്തമായ പ്രതിരോധവുമായി രംഗത്തിറങ്ങിയതോടെ അതിശക്തമായ അക്രമങ്ങളും ഏറ്റുമുട്ടലുകളുമാണ് അരങ്ങേറിയത്. വടക്കൻ അയർലാൻഡിന്റെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ കത്തിച്ചാമ്പലാവുകയായിരുന്നു. അവിടെ നിരവധി അക്രമങ്ങൾ ഉണ്ടായി. കൂടാതെ അത് ഇംഗ്ലണ്ടിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ലണ്ടനിലും ബെൽഫാസ്റ്റിലും ഉടനീളം അക്രമാസക്തമായ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളും ആഭ്യന്തര കലാപങ്ങളുമാണ് ഉണ്ടായത്. മാസ്ക് ധാരികളായ യുവാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രകടനക്കാർ നിയമപാലകരുമായി ഏറ്റുമുട്ടുകയും പൊതുഗതാഗത ബസ്സുകളും പ്രാദേശിക വാഹനങ്ങളും കത്തിക്കുകയും പ്രധാന റോഡുകൾ തടയുകയും ചെയ്തപ്പോൾ ഈ കലാപത്തെ വെറുപ്പുളവാക്കുന്ന ഭീരുത്വം എന്ന് വിളിച്ചുകൊണ്ടാണ് വടക്കൻ അയർലാൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററായ മിഷേൽ ഒനീൽ രംഗത്തെത്തിയത്. The attack in North Belfast was heinous and it was absolutely wrong. But what we're now witnessing is that attack being exploited by dangerous and reckless people to target innocent people who had absolutely nothing to do with it. People who are simply trying to live here, work here and raise their families here. Racism is wrong, intimidation is wrong and violence is wrong. There can be no excuse or no justification for what we witnessed last night. I have been and remain in constant contact with representatives on the ground supporting people, with the PSNI Chief Constable, with the British Prime Minister this morning, with the Secretary of State and with everyone that we need to speak with. And I will continue to do everything that I can to support local communities through this horrific period. കഴിഞ്ഞ കുറെ കാലങ്ങളായി ബ്രിട്ടനിൽ ഒളിഞ്ഞും തെളിഞ്ഞും തലപൊക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ വികാരവും അസ്തിത്വ ബോധവും ഒക്കെ ഇപ്പോൾ അതിന്റെ മൂർധന്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കൺസർവേറ്റീവ് പാർട്ടിക്ക് മുകളിൽ ശക്തമായ തീവ്ര വലതുപക്ഷ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ബ്രിട്ടനിൽ അതിശക്തമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു പാർട്ടിയാണ് റിഫോം UK. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് അവരും റീസ്റ്റോർ ബ്രിട്ടൻ എന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയും ബ്രിട്ടീഷ് ജനതയുടെ അസ്തിത്വബോധത്തിലേക്ക് ദേശീയതയുടെ ആവേശം ഊർജിതമാക്കാനുള്ള നടപടികളും ശക്തമാക്കിയിരിക്കുകയാണ്. ബ്രിട്ടന്റെ യാഥാസ്ഥിതിക മൂല്യങ്ങളിലേക്കുള്ള മടങ്ങിവരവിന് ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ശതകോടീശ്വരനായ എലോൺ മസ്കും ഈ വിഷയത്തിൽ യാഥാസ്ഥിതിക ബ്രിട്ടീഷ് ജനതയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ തീവ്ര വലതുപക്ഷ ആശയങ്ങൾ പേർന്നവർ ശക്തമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ലിബറൽ നയങ്ങളുമായി കുടിയേറ്റക്കാരുടെ തോന്നിവാസങ്ങൾക്ക് കുഴലൂതി നടന്ന ലേബർ പാർട്ടിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി സ്റ്റാർമർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ കാലങ്ങളോളം സഹിച്ച ബ്രിട്ടീഷ് ജനത ഇപ്പോഴല്ലെങ്കിൽ ഇനി തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു അവസരമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് തീവ്ര ദേശീയതയുടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് എന്ന് അന്തർദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേ കാര്യം തന്നെയാണ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയും പറയുന്നത്. തീവ്ര വലതുപക്ഷം യൂറോപ്പിൽ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു സാധാരണ യൂറോപ്പിന് അല്ലെങ്കിൽ സാധാരണ അയർലൻഡുകാരനെ UK-കാരന് ഈ അസൈലം സീക്കറിനെയും നോർമലായിട്ട് ഒരു ജോലി അവർക്ക് ആവശ്യമുള്ളൊരു തൊഴിൽ ചെയ്യാൻ വേണ്ടി അവിടെ എത്തുന്ന ഒരാളെയും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയത്തിനൊരു പങ്കുണ്ട് എന്നൊരു വസ്തുതയാണ്. രാഷ്ട്രീയക്കാരെ ഇതിനെ കൂടി കൂട്ടി മിക്സ് ചെയ്ത് എഴുതിയിൽ എണ്ണ ഒഴിച്ച് ഇത് കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്ത് എങ്ങനെയായാലും ഇലക്ഷനിൽ അവർക്ക് മേൽക്കൈ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അവിടുത്തെ ടോമി റോബിൻസ് എന്ന് പറയുന്ന ആളാണ് UK-യിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലുള്ളത്. അദ്ദേഹത്തിന്റെ സ്വാധീനം നാൾ വളരെ വേഗം വർദ്ധിച്ചു വരികയാണ്. അതിന്റെ റീസൺ ഇസ്ലാമിക തീവ്രവാദമാണ്. വാസ്തവത്തിൽ ഇത് ലോകത്തിൽ മുഴുവൻ തീ കോരിയിട്ടിരിക്കുന്ന സംഗതി ഈ ഇസ്ലാമിക തീവ്രവാദമാണ്. അപ്പൊ അവര് കാണിക്കുന്ന ആ തീവ്രവാദ പ്രവൃത്തികള്, അത് അത്തരം തീവ്രവാദ പ്രവൃത്തികൾ ഏർപ്പെടുവാൻ മറ്റു മനുഷ്യരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കുകയാണ്. ഇപ്പൊ യൂറോപ്പില് വേവുന്ന ഏറ്റവും നല്ല പ്രചരണം എന്ന് പറയുന്നത് യൂറോപ്യന്മാർ ഇവിടെ വന്നു ചേർന്ന് വിദേശികളാൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരങ്ങൾ തത്വദീക്ഷയൊന്നുമില്ല. അപ്പൊ അവനത് സിറിയയിൽ നിന്ന് കുടിയേറി വന്നവനാണോ, അഫ്ഗാനിൽ കുടിയേറി വന്നവനാണോ, കേരളത്തിൽ നിന്ന് ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ട്
അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം വിളിച്ചു വരുത്തി അവർ തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ എന്നുള്ള തിരിച്ചറിവിലൊന്നും രാഷ്ട്രീയക്കാർ നിൽക്കുകയില്ല. അപ്പം എല്ലാവരും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം യൂറോപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വസ്തു. കുടിയേറ്റക്കാർ ഭീകരന്മാരും തങ്ങളുടെ ജീവൻ എടുക്കുന്ന ക്രിമിനലുകളുമായി മാറുമ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസവും ഉയർന്ന ഉദ്യോഗ യോഗ്യതകളുമായി ഇംഗ്ലണ്ടിലേക്ക് എത്തുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് കൂടെ അത് കടുത്ത അപമതിപ്പായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായ അക്രമങ്ങളും പ്രതിസന്ധികളും ഒക്കെയായി തദ്ദേശീയരുടെ സ്വൈര്യം കെടുത്തുന്ന ഇത്തരം അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് എന്ന് ബ്രിട്ടൻ മോചനം ലഭിക്കുമെന്ന് ജനങ്ങളെല്ലാം ആവലാതിയോടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാരുടെ പ്രവൃത്തികൾ പരിധി വിട്ടുപോയ 2020 മുതൽ ബ്രിട്ടീഷ് പാർലമെന്റും ജനങ്ങളും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം കൂടിയാണിത്. കഴിഞ്ഞ കുറെ മാസങ്ങൾക്കപ്പുറത്ത് അതിഭയങ്കരമായ ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു സുഡാൻ എന്ന ആഫ്രിക്കൻ രാഷ്ട്രം. അവിടുത്തെ ആഭ്യന്തര കലാപം ഒരേ മതവിശ്വാസത്തിൽപ്പെട്ടവർ തമ്മിലുള്ള മൂപ്പളത്തർക്കം ആയിരുന്നു. അതിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഒരുപാട് പേർ ഓടി രക്ഷപ്പെട്ട് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി എത്തിയിരുന്നു. അത്തരക്കാർ കൂടുതലും എത്തിയത് ബ്രിട്ടനിലായിരുന്നു. എന്നാൽ അവരുടെ നീക്കങ്ങളിൽ അന്ന് അപാകതമണത്ത ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയത് ആസൂത്രിതമായി അഭയാർത്ഥികളെ ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പിലെ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുകയാണ് എന്നും പിടിച്ചെടുക്കലും ഭീകരവാദവും ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യം എന്നുമായിരുന്നു. എന്നാൽ അന്ന് ആരും അത് അത്ര കാര്യമായി ഗൗനിച്ചില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ സുഡാനിൽ നിന്നെത്തിയവരിലെ ഭീകരന്മാർ ഇംഗ്ലണ്ടിന്റെ സ്വൈര്യ ജീവിതത്തിന് വിലങ്ങുതടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർ അനധികൃതമായി കടന്നു വരുന്ന വഴികളിലൊക്കെ നിയന്ത്രണം ശക്തമാക്കിയില്ല എങ്കിൽ അത് വലിയ നാശത്തിന് തന്നെ കാരണമാകുമെന്ന് തീവ്ര വലതുപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കുടിയേറ്റക്കാർ ആദ്യം ഫ്രാൻസിൽ എത്തുകയും അവിടെ നിന്ന് ഇംഗ്ലണ്ടിന്റെ തെക്കേ അറ്റമായ കെന്റിലൂടെ കേവലം 21 മൈൽ മാത്രം താണ്ടിയാണ് ചെറിയ ബോട്ടുകളിലും മറ്റുമായി അവർ ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. ഇംഗ്ലണ്ടിലേക്ക് എത്താനാകാതെ ഫ്രാൻസിൽ തങ്ങുന്നവർ അവിടെയും കലാപം ഉണ്ടാക്കി ചോരക്കളം തീർക്കുകയാണ്. 2021 28,526 പേർ, 2022 45,755 പേർ, 2023 29,437 പേർ, 2024 25 എല്ലാം കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ ബ്രിട്ടനിൽ എത്തുന്നവരിൽ കുറെ പേർ ബ്രിട്ടന്റെ യാഥാസ്ഥിതിക മൂല്യങ്ങളെ തകർത്ത് മറ്റൊരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതിന്റെ ദൃഷ്ടാന്തങ്ങൾ രാജ്യത്തുടനീളം വ്യക്തമാവുകയും കാൽച്ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായി ഒഴുകിപ്പോവുകയും ചെയ്തിട്ടും ബ്രിട്ടീഷുകാരന് കുലുക്കമുണ്ടായില്ല. വാസ്തവത്തിൽ അവർ ചെയ്യേണ്ടത് കുടിയേറ്റ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഈ പ്രതിസന്ധിക്ക് തടയിടുക എന്നുള്ളതാണ്. പിന്നീട് ചെയ്യേണ്ടത് എല്ലാത്തരം അലസതകളും മാറ്റിവെച്ചിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ശക്തമായ പങ്കാളികളാവുകയും സമ്മതിദാന അവകാശം ഉചിതമായി വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിയമപരമായി ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വംശജർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലെ മറ്റ് പ്രവിശ്യകളെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മുൻപ് സ്കോട്ട്ലാൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന പാകിസ്ഥാൻകാരനായ ഹുംസ യൂസഫ് ആ കാര്യം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജകുടുംബവും അവിടുത്തെ ക്രൈസ്തവീകമായ പാരമ്പര്യങ്ങളുമാണ് ഇത്തരക്കാരെ അസ്വസ്ഥരാക്കുന്നത്. കുടിയേറ്റ നിയമങ്ങൾ ഭേദഗതി വരുത്താനും ജാഗ്രതയോടെ നിലകൊള്ളുവാനും ബ്രിട്ടീഷ് ജനത തയ്യാറായ തീരൂ. അല്ലെങ്കിൽ മതഭീകരതയുടെ കഠോര ഖണ്ഡം ഊഴം കാത്തിരിക്കുകയാണ്. അതൊരു ദീർഘമായ ഓർമ്മയായി ഇരിക്കട്ടെ.